നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എൻഡിഎയുടെ 12 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായി. 12 സീറ്റ് എന്ന് പറഞ്ഞാലും 4 സീറ്റ് ഇനി BDJS-നാണ്. BJPയുടെ ഘടക കക്ഷിയാണ് BDJS. അതുകൊണ്ട് തന്നെ 4 സീറ്റ് അവർക്കാണ്. ഇനി 4 സീറ്റിൽ കൂടി സ്ഥാനാർത്ഥി നിർണയം നടക്കാനുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥികളുടെ പ്രചരണവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആദ്യം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഇവർക്കും സംശയം തോന്നുന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതിൽ പ്രധാനമായും പത്തനംതിട്ട സീറ്റിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. പത്തനംതിട്ട സീറ്റിൽ PC ജോർജ് മത്സരിക്കുമെന്ന് ജനങ്ങളെ ഇവരും വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ പ്രവർത്തകർക്ക് ഒരു ആവേശം തന്നെയായിരുന്നു PC ജോർജ്. കാരണം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് BJPയിലില്ല. പക്ഷേ എങ്കിൽ പോലും ശബരിമല സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്തതും SDPIക്കെതിരെ വളരെ ശക്തമായി പറയുന്നതുമൊക്കെ അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലും അവിടുത്തെ RSS അനുഭാവികളുടെ ഇടയിലും RSSകാരുടെ ഇടയിലും BJPക്കാരുടെ ഇടയിലും BJP പ്രവർത്തകരുടെ ഇടയിലും ഒക്കെ വലിയ തരത്തിലുള്ള വലിയ ആവേശം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം അത് കൃത്യമായി തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം SDPIക്കെതിരെയുള്ള പരാമർശങ്ങളും ശബരിമല സമരത്തിൽ സജീവമായി നിന്നതുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് ഔട്ടാകാൻ പോലുമുള്ള കാരണം. അതിനു മുമ്പ് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്രനായി നിന്നപ്പോൾ പോലും മത്സരിച്ച് ജയിച്ചിരുന്ന അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ മതതീവ്രവാദികൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയതും അതുപോലെ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വരുമ്പോൾ വലിയ ആവേശത്തോടെ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ സീറ്റ് നൽകുമെന്നായിരുന്നു. അത് മാത്രമല്ല, ഷോൺ ജോർജ് പിണറായി വിജയന്റെ മകൾക്കെതിരെ പട നയിക്കുന്നതും ഒക്കെ തന്നെ ഒരു വലിയ താരപരിവേഷം ഇരുവർക്കും ഉണ്ടാക്കിയിരുന്നു. ഇവർ രണ്ടിൽ ആർക്കെങ്കിലും അവിടെ സീറ്റ് കിട്ടുമെന്നും അവിടെ മത്സരിക്കുമെന്നും തരത്തിലുള്ള ചില വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ മറ്റൊരു രീതിയിലായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ്. അനിൽ ആന്റണി പത്തനംതിട്ട മണ്ഡലം ചോദിച്ചിരുന്നു. അതുകൊണ്ട് അനിൽ ആന്റണിക്ക് നൽകണം. സംസ്ഥാന ഘടകത്തിന്റെ ഒരു തരത്തിലുള്ള അനുകൂല ഭാവവും PC ജോർജിന് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്ക് ഏത് സീറ്റ് ചോദിച്ചാലും നൽകണമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ആദ്യം പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടിയായിരുന്നു അനിൽ ആന്റണിയും സംസാരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്ക് ആ സീറ്റ് നൽകപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ അസ്വാരസ്യമുണ്ടെന്ന് തോന്നുന്ന തരത്തിലൊരു നിരാശാബോധമൊക്കെ PC ജോർജ് പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല PC ജോർജ് അന്ന് പറഞ്ഞത് തനിക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭ്യമാകാതിരുന്നതിന് കാരണം പിണറായി വിജയന്റെ പിണിയാളുകളായ വെള്ളാപ്പള്ളി നടേശനും ടീമുകളുമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ്. വെള്ളാപ്പള്ളിയും തുഷാറും ഒക്കെ അവിടേക്ക് PC ജോർജ് പരിഗണിക്കപ്പെടുന്നത് SNDP അവിടെ വോട്ട് ചെയ്യില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. BDJS-ന്റെ ഒരു നേതാവ് തന്നെ തോമസ് ഐസക്കുമായി വേദി പങ്കിടുന്ന ചിത്രങ്ങൾ പോലും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അപ്പോ അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു. ഈ നീരസ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വല്ലാതങ്ങ് കത്തിക്കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ത് കാര്യമാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയാനുള്ള എന്ത് അർഹതയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്? BJP ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. BJPക്ക് അറിയാം ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും. അതിന് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS-മായി ഇപ്പോൾ BJPയിലുണ്ട്. BJPയുടെ സഖ്യകക്ഷിയായി NDAയിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പോലും ഒരുപക്ഷെ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന സംശയം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ജനിച്ച നാൾ മുതൽ CPM-ന് വേണ്ടി കുഴലൂതുന്നവരാണ് വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശന്റെ മകനുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ മകനും അവരുടെ പിണിയാളുകളും എത്ര പേരാണ് BDJS-ലുള്ളത്? BDJS-ന് എത്ര കണ്ട് സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. ഇനി BDJS-ലുണ്ട് എന്ന് പറയുന്നവർ പോലും കൃത്യമായി BJPക്ക് വോട്ട് ചെയ്യുമെന്നോ ഒരു തരത്തിലുള്ള വിശ്വാസവും ആർക്കും തന്നെയില്ല. ആ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനെത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ അനിൽ ആന്റണി BJPയിലേക്ക് വന്നപ്പോൾ വലിയ സമര കോലാഹലങ്ങളുമായി ആന്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കോലാഹലങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BJPയിലേക്ക് NDA സഖ്യത്തിലേക്ക് ചേർന്നപ്പോൾ ഒരു തരത്തിലുള്ള കോലാഹലവും കണ്ടില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ആളായിരിക്കുന്നിടത്തോളം കാലം SNDPയുടെ വോട്ടുകൾ സമാഹരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിയുമെന്നും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നും വളരെ കൃത്യമായി CPM-ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അനിൽ ആന്റണി രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥത കേരളത്തിലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടായി. ആ അസ്വസ്ഥത ഒരിക്കലും തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല.
എന്തുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി വന്നപ്പോൾ അത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം പോലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്? അത് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കമുള്ള വോട്ടുകൾ അങ്ങോട്ട് ചെല്ലുമെന്നും ഏതെങ്കിലുമൊക്കെ കേസ് വെള്ളാപ്പള്ളി ഒതുക്കുന്നെങ്കിൽ ഒതുക്കിക്കോട്ടെ എന്ന ഒരു ഗുണവും അവർക്കുണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന ഒരു പരസ്പര സഹായ സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി പോലും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ വരേണ്ട. വെള്ളാപ്പള്ളി കാണിച്ചത് മറ്റൊരു ഗുരുതരമായ കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം PC ജോർജിനെ ബോഡി ഷേമിംഗ് നടത്തിയിരിക്കുന്നു. PC ജോർജ് ആയതുകൊണ്ട് കാര്യമായി ഒന്നും പ്രതികരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചാൽ തന്നെ അത് അവിടെ പറഞ്ഞു തീർക്കുകയാണ് പതിവ്. വെള്ളാപ്പള്ളിക്ക് അത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു. ചില ട്രോളുകളൊക്കെ വരുന്നുണ്ട്, വെള്ളാപ്പള്ളി കണ്ണാടിയിൽ നോക്കിയിട്ടാണോ PC ജോർജിനെ വിമർശിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അത് പറയാനുള്ള എന്ത് അർഹതയാണ്? ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ അവരുടെ ശാരീരികമായ പ്രത്യേകതകളെ ഉപയോഗിക്കുന്നത് എന്തിന്റെ പേരിലാണ്? രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയണം. അതും മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലല്ല വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പറയേണ്ടത്. വെള്ളാപ്പള്ളി നടേശന്റെ വോട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെയും SNDPയുടെയും വോട്ട് ആർക്ക് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആരോടൊപ്പമാണ് താനെന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട ഘട്ടത്തിൽ BJPയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറുപടി പറയാൻ വരണ്ട എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ BJP നേതൃത്വം ഈ വെള്ളാപ്പള്ളിയോട് പറയേണ്ടത്. കാരണം തീർച്ചയായും PC ജോർജിനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രശ്നത്തിന്റെ പേരിൽ. PC ജോർജും അനിൽ ആന്റണിയുമായി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വെക്കുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക, ആ മണ്ഡലത്തിൽ വോട്ട് കുറയ്ക്കുക. കാരണം വെള്ളാപ്പള്ളിക്കറിയാം PC ജോർജിന്റെ വോട്ട് നൽകില്ല എന്ന് പറഞ്ഞെങ്കിലും അനിൽ ആന്റണിയെ പ്രതിരോധത്തിലാക്കുന്നത് PC ജോർജ് ആണെന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് PC ജോർജിനെ നിരന്തരമായി ആക്രമിക്കുന്നതെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. കാരണം അവിടുത്തെ BDJSകാരും അവിടുത്തെ SNDPക്കാരുമൊക്കെ തോമസ് ഐസക്കിന് വേണ്ടി, അതായത് ഒരു യോഗ ഫൗണ്ടേഷന്റെ പരിപാടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും തോമസ് ഐസക്കിനോടൊപ്പം വേദി പങ്കിടുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? തീർച്ചയായും SNDP വോട്ട് ചെയ്യില്ല എന്നും BDJSന്റെ ഒരു പ്രവർത്തകർ പോലും അവിടെ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യില്ല എന്നും ഉറപ്പായും പറയാൻ കഴിയും. അതിനുവേണ്ടിയാണ് PC ജോർജിനെ ആക്രമിച്ച് PC ജോർജ് കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന തരത്തിലുള്ള സംശയങ്ങൾ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നാവടക്കി BDJSന്റെ വോട്ടുകൾ, BDJSന് വോട്ടുണ്ടെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയോടെങ്കിലും നിങ്ങൾ പറയണം നിൽക്കുന്ന സഖ്യത്തിന് വോട്ട് ചെയ്യാൻ. അല്ലാതെ PC ജോർജിന്റെ തലയിൽ മെക്കിട്ട് കയറുകയല്ല വേണ്ടതെന്ന് ഇനി അവിടുത്തെ സാധാരണക്കാർ പറഞ്ഞു തുടങ്ങുന്ന കാലം അതിവിദൂരമല്ല.